കാലവർഷം ദുർബലമാകുന്നതിനുള്ള സൂചനകളാണ് ഇപ്പോൾ കാണുന്നത്. ഇന്നത്തെ ഇന്നത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പടിഞ്ഞാറൻ കാറ്റ്, തെക്ക് പടിഞ്ഞാറൻ കാറ്റ് വളരെ ശക്തി വളരെ കുറയും. അതോടനുബന്ധിച്ച് അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന മഴയിലും ഗണ്യമായിട്ടുള്ള കുറവ് വരും. ഇന്ന് ഉള്ള ഈ അലേർട്ടുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വടക്കൻ ജില്ലകളിൽ മാത്രമായിട്ട് യെല്ലോ അലേർട്ട് 3 ദിവസത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ നമുക്ക് ഒരു അലേർട്ടിന് തക്കതായ ഒരു മഴയുടെ ശക്തി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ വരുന്ന ഒരു 5 ദിവസത്തേക്ക് കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും മഴ പെയ്യും. പക്ഷേ അതിശക്തമായ മഴയൊന്നും ആയിരിക്കില്ല. പിന്നെ അതിനുശേഷം കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു 12-ാം തീയതിക്ക് ശേഷം കേരളത്തിലെ മഴയുടെ അളവ് വളരെ സാരമായി കുറയും, ഗണ്യമായി കുറയും. ഇതാണ് ഇന്നത്തെ ഒരു അനാലിസിസ് കാണിക്കുന്നത്. ഇപ്പോൾ എൽനിനോയുടെ സ്വാധീനം, ഇപ്പോൾ എൽനിനോ ജൂണിൽ ഡെവലപ്പ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണിപ്പോൾ. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മഴ കുറവായിട്ട് വരുന്നതാണ്, കുറവായിട്ടാണ് കിട്ടാൻ പോകുന്നതാണ് പ്രവചനങ്ങൾ, സീസണൽ ഫോക്കാസ്റ്റും മറ്റുമൊക്കെ കാണിക്കുന്നത്. ഇപ്പോൾ IMDയുടെ ഒരു ജൂണിലെ ഔട്ട്ലുക്കിലും നമുക്ക് ശരാശരിയിൽ കുറവ് മഴ കിട്ടും. ജൂണിൽ മുഴുവൻ മഴയും എടുത്താൽ ശരാശരി കുറവായിരിക്കും എന്നുള്ളതാണ് ആദ്യം കാണിച്ചിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വരെയുള്ള മഴ എടുത്തു കഴിഞ്ഞാൽ 28% കൂടുതലാണ്. പക്ഷേ ഇനിയും കൂടിക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മഴ കുറയുന്നതോടുകൂടി നമ്മൾ ഈ ശരാശരി എന്നുള്ളത് ശരാശരിയിൽ കൂടുതൽ എന്നുള്ളത് പിന്നെ അത് വീണ്ടും കുറഞ്ഞ് വന്ന് ഒരു പക്ഷേ ജൂൺ മാസം അവസാനം ആകുമ്പോഴേക്കും അത് ശരാശരിയിൽ കുറവിലേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും കാണുന്നുണ്ട്. പിന്നെ കേരളത്തിലെ മഴയെ പ്രത്യേകിച്ചും എൽനിനോ കാര്യമായി ബാധിക്കുന്ന വിപരീതമായി ബാധിക്കുന്ന ഒരു ഘടകമാണ്. ഇതുവരെ നമ്മൾ വന്നിട്ടുള്ള വർഷങ്ങളിലെല്ലാം മഴ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് എൽനിനോ വർഷങ്ങളിൽ നിന്നുള്ളതാണ് കാണുന്നത്. മഴയെ മാത്രമല്ല, കാലം മാത്രമല്ല, അതിനുശേഷമുള്ള നമ്മുടെ തുലാവർഷ കാലത്തും മഴ കുറയാനുള്ളൊരു സാഹചര്യമുണ്ട്. കാരണം എൽനിനോ ഡിസംബർ മാസം വരെയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലെ ഈ കാലാവസ്ഥ പ്രവചനങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ തുലാവർഷത്തിലും മഴ കുറയാനുള്ളൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ അന്തരീക്ഷ താപനില കൂടാനുള്ള ഒരു സാഹചര്യം കൂടി ഇങ്ങനെയുണ്ട്, ഈ എൽനിനോ ഉള്ള വർഷങ്ങളിലുണ്ട്. പിന്നെ അതുകൂടാതെ ഈ എൽനിനോയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മഴ പെയ്യുന്നത് ഒരു ചുരുങ്ങിയ സമയത്തേക്ക് പെട്ടെന്ന് ഒരു വലിയൊരു ഇവൻ്റ്, അതായത് വെതർ എക്സ്ട്രീംസ് കൂടുക എന്ന് പറയും. അതായത് പെയ്യുന്ന മഴ അതിശക്തമായി പെയ്ത് പിന്നീട് കുറേ ദിവസത്തേക്ക് മഴ ഉണ്ടാവാതിരിക്കുക, അതിശക്തമായിട്ടുള്ള മഴയൊക്കെ ചിലപ്പോൾ പല രീതിയിലുള്ള അപകടങ്ങൾക്ക് കാരണമാകും. നമ്മൾ ഈ ശരാശരിയിൽ കൂടുതൽ കുറവ് എന്ന് പറയുമ്പോൾ പോലും അത് ആ ഒരു മാസത്തിൽ എങ്ങനെ വിന്യസിക്കുന്നു ആ മഴ, അല്ലെങ്കിൽ മാസത്തിൽ ഏത് ഭാഗത്ത് വരുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ എല്ലിന് എപ്പോഴും പെട്ടെന്ന് വന്നു പോകുന്ന ഒരു മഴ, അല്ലെങ്കിൽ ഒരു അതിശക്തമായ ഒരു മഴയുടെ ഒരു എപ്പിസോഡ്, പിന്നെ കുറേ ദിവസത്തേക്ക് മഴ പെയ്യായിരിക്കും. ഇങ്ങനെയുള്ളൊരു സ്വഭാവമാണ് നമ്മൾ നേരത്തെയും കണ്ടുപോകുന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ദിവസത്തെ കാര്യം എടുത്താൽ പോലും പലപ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് മഴ പെയ്യും, പിന്നെ കൂടിക്ക് മഴ ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ നമ്മളുടെ മനസ്സിലൊക്കെ ഉള്ള ഒരു ടിപ്പിക്കൽ കാലവർഷകാലത്തെ ഒരു മഴയുടെ പാറ്റേൺ ആയിരിക്കില്ല എൽനിനോ വർഷങ്ങളിൽ സാധാരണയായിട്ട് ഉണ്ടാവാറ്. ലാനിന പ്രതിഭാസം ഏതെങ്കിലും വിധേയമായി ഈ ഒരു കാലവർഷ സമയത്ത് നമ്മുടെ കേരള തീരത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ? ഉണ്ട്. ലാനിനയ്ക്കാണ് നമുക്ക് എൽനിനോക്കാളും സ്വാധീനമെന്ന് നമുക്ക് പറയാം. കാരണം നമ്മുടെ ഈ ഹിസ്റ്റോറിക്കൽ വാല്യൂ എടുത്ത് നോക്കിയാൽ ലാനിന വർഷങ്ങളിൽ മഴ കൂടുതലായിട്ടുണ്ടായിട്ടുള്ള ഇൻസിഡൻസ് ആണ് കൂടുതൽ, അങ്ങനെയുള്ള വർഷങ്ങളാണ് കൂടുതൽ. ലാനിന വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൺസൂൺ ശരാശരിയിൽ കൂടുതലായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തുലാവർഷകാലത്തും മഴ കൂടുതൽ വരാനുള്ളൊരു സാഹചര്യമുണ്ട്. അതിന് കൂടാതെ ഈ സൈക്ലോണുകളൊക്കെ ഉണ്ടാവുന്നതും നമ്മുടെ ബംഗാൾ ഉൾക്കടൽ, അറേബ്യൻ സീയിലും ഒക്കെ സൈക്ലോണുകൾ കൂടുതൽ ഉണ്ടാകുന്നതും ലാനിന വർഷങ്ങളിലാണെന്നുള്ളതാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒബ്സർവേഷൻസ് നമുക്ക് കാണിച്ചിട്ടുള്ളത്. ഈ കാലവർഷം പ്രവചനം പോലെ തന്നെ ആദ്യവാരം തന്നെ മഴ തകർത്ത് പെയ്യുന്നതാണ് കിട്ടിയത്. അപ്പോൾ മനസ്സിലാക്കുന്നത് 25% അധികം മഴ കിട്ടി എന്നുള്ളതാണ് സംസ്ഥാനത്തിന്. അപ്പോൾ ഇതൊക്കെ IMD പ്രവചിച്ചത് പ്രതീക്ഷിച്ചത് തന്നെയാണോ? അതെ, കാലവർഷത്തിൻ്റെ തുടക്കത്തിൽ ഒരാഴ്ചയോളം നല്ല മഴ പെയ്യും, പിന്നീട് അങ്ങോട്ട് മഴ കുറയും എന്നുള്ളതായിരുന്നു ആദ്യമേ തന്നെയുള്ള സൂചനകൾ. അപ്പോൾ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ജൂൺ പകുതി വരയ്ക്കും മാത്രമേ മഴ കാര്യമായിട്ടുണ്ടാവാനുള്ളൊരു സാഹചര്യമുള്ളൂ. അതിനുശേഷം മഴ വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ ചെറിയ മഴയൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും മഴ ഉണ്ടാവുക. തീരെ മഴ ഉണ്ടാവുക, അങ്ങനെ ഒരു വേനൽക്കാലം പോലെ ഒരു ഡ്രൈ സ്പെല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ മഴ വന്നും പോയും ഒക്കെ ഇരിക്കും. പക്ഷേ അതൊരു
നമ്മളൊരു ഗണ്യമായ രീതിയിലുള്ളൊരു മഴ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഒരു എൽനിനോ വർഷങ്ങളിലെ മഴയുടെ ഒരു പാറ്റേൺ ആദ്യമേ നമ്മൾ സൂചിപ്പിച്ചല്ലോ. ജില്ലാടിസ്ഥാനത്തിൽ കോഴിക്കോടാണല്ലേ ഏറ്റവും കൂടുതൽ മഴ കിട്ടിയിട്ടുള്ളത്. മനസ്സിലാക്കുന്നത് അതെ പത്തനംതിട്ടയിലാണ് കുറവ് മഴ എന്നുള്ളത്, റെക്കോർഡ് അതെ മഴ എന്നുള്ളതാണ്. അതെ. ആം, ഈ വർഷം വടക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴ പെയ്തത്. അത് ഒരു കാര്യം മൺസൂൺ സമയത്ത് പൊതുവെ വടക്കൻ ജില്ലകളാണ് ഏറ്റവും കൂടുതൽ മഴ റെക്കോർഡ് ചെയ്യുന്ന ക്ലൈമറ്റോളജിക്കൽ നോർമൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്നത് വടക്കൻ കേരളത്തിൽ തന്നെയാണ്. പക്ഷേ നമുക്ക് വേനൽ മഴ ആ ഒരു സമയത്ത് പത്തനംതിട്ടയിലായിരുന്നു ഏറ്റവും കൂടുതൽ മഴ. പക്ഷേ മൺസൂൺ തുടങ്ങിയപ്പോൾ ആ പാറ്റേൺ ഒന്ന് മാറി ഇപ്പം വടക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ. പക്ഷേ ഈ വർഷത്തെ മഴയുടെ ഒരു സവിശേഷത നമുക്ക് പടിഞ്ഞാറൻ കാറ്റ് ഒരു അത്രയധികം ശക്തമായിരുന്നില്ല എന്ന് വേണം പറയാനായിട്ട് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുവാണെങ്കിൽ. അതുകൊണ്ട് നമുക്ക് ഇടുക്കി വയനാട് ജില്ലകളിൽ അതിതീവ്ര മഴയോ അല്ലെങ്കിൽ അതിശക്തമായിട്ടുള്ളൊരു മഴയോ ഒന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. വയനാട് ജില്ലയിൽ ചുരുക്കം ചില പക്ഷെ സന്ദർഭങ്ങളിൽ വടക്കൻ മാത്രമേ കേരളത്തിൽ കിട്ടുള്ളൂ. ഇന്നിപ്പോ കണ്ണൂര്, കാസർഗോഡ്, അതുപോലെ കോഴിക്കോട് കോഴിക്കോടാണ് ഒക്കെ നല്ല മഴ കിട്ടുന്നുണ്ട്. സാധാരണഗതിയിൽ അതിശക്തമായ പടിഞ്ഞാറൻ കാറ്റാണെങ്കിൽ നമുക്ക് വയനാടും അതേപോലെ മഴ കിട്ടേണ്ടതാണ്. പക്ഷേ വയനാട് മഴ കിട്ടുന്നുണ്ടെങ്കിലും ഈ ഒരു റെഡ് അലേർട്ടിന് സമാനമായിട്ടുള്ളൊരു മഴയൊന്നും ഇതുവരെ സംഭവിച്ചില്ല. അപ്പോൾ ഈ വർഷം ഇത് ഒരു പ്രത്യേകതയായിട്ട് ഇതുവരെ കണ്ടില്ലെന്ന് തോന്നുന്നത് ഇടുക്കി ജില്ലയിലും വയനാട് ജില്ലയിലും ഒന്നും പൊതുവെ നമ്മൾ മൺസൂൺ സമയത്ത് മലയോര മേഖലകളിലാണ് ഏറ്റവും അതിശക്തമായ മഴ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഈ വർഷം നമുക്ക് ഇതുവരെ കണ്ടുവന്നതിൽ നിന്ന് അത്രയധികം മഴ പെയ്തിട്ടില്ല. കൂടുതലും നമ്മുടെ കോസ്റ്റൽ റീജിയനിൽ അല്ലെങ്കിൽ തീരപ്രദേശങ്ങളിലാണ് കൂടുതലും മഴ പെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്രാവശ്യം ഈ ഒരു സീസണിൽ ഇതുവരെ കണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.